ഇതിപ്പോ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരന്റെ മേത്തേക്ക് കയറിയെന്നല്ല എനിക്കിവിടെ പറയാനുള്ളത്. ഗുജറാത്ത് കലാപ സമയത്ത് ഞാൻ ഗുജറാത്ത് കലാപം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ടുള്ള ആളാണ്. അതിന്റെ ക്രൂരതകൾ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് അപരമത വിദ്വേഷം ഒരു ഭരണകൂടം സൃഷ്ടിക്കുന്നത് എന്ന് എന്റെ തലമുറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തിന് നേർദൃക്സാക്ഷിയായിരുന്നു. അവിടെ കോൺഗ്രസിന്റെ ഇഹാൻ ജഫ്രി എന്ന് പറയുന്ന ഒരു MP-യുടെ അദ്ദേഹത്തിന്റെ വീട് തീ കൊടുത്തു, അദ്ദേഹത്തിന്റെ കുട്ടികളെ കൊന്നു. ആകെ അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത്. അവരാണ് സുപ്രീം കോടതിയിൽ ഈ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. കൊല്ലുന്നതിന് മുമ്പ് അവസാനമായി സംഘപരിവാർ ഗുണ്ടകള് ആ മഹാനായ മനുഷ്യനോട് പറഞ്ഞിരുന്നത് വന്ദേ മാതരം പാടാനായിരുന്നു. അപ്പൊ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് വന്ദേ മാതരത്തെ കുറിച്ചുള്ള ചിന്ത എന്താണ്? അല്ലെങ്കിൽ സംഘപരിവാർ ഉണ്ടാക്കിയിരിക്കുന്ന പ്രതീതി എന്താണ്? അവിടെ ഭരണഘടനാ അസംബ്ലി പാസാക്കിയിട്ടുള്ള നിയമത്തോട് നമ്മൾ യോജിച്ചു നിൽക്കുമ്പോ അതിനപ്പുറത്തേക്ക് എന്തിനാണ് കോൺഗ്രസ് ഈ പറയുന്ന വർഗീയവാദികൾക്ക് മുമ്പിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നത്? ലീഗ് എന്തിനാണ് നമസ്കരിക്കുന്നത്? ലീഗിന്റെ മന്ത്രി എന്താ പറഞ്ഞത്? ലീഗിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറയാണ് ഞങ്ങൾക്ക് വന്ദേ മാതരത്തിന്റെ തീട്ടൂര പറക്കേണ്ടി വന്നിട്ടുള്ളത് രാജ്ഭവൻ ലോക്ഭവനിൽ നിന്നുള്ള അറിയിപ്പിനെ തുടർന്നാണെന്നാണ്. ലോക്ഭവൻ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ അറിയിപ്പൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, പക്ഷെ നിങ്ങൾ പാടിക്കോ എന്ന് പറഞ്ഞു. കാരണം അവരുടെ രാഷ്ട്രീയ ആവശ്യതാണല്ലോ. അതേക്കുറിച്ചൊന്നും ഇനിയൊന്നും ദീർഘമായി പറയേണ്ടതില്ല. നമ്മുടെ മുമ്പില് കൃത്യമായ ചിത്രമുണ്ട് ഈ വർഗീയ ശക്തികളെ കുറിച്ച്. ഈ വർഗീയ ശക്തികൾക്ക് പരവതാനി വിരിക്കുന്നവരെ കുറിച്ച്. ഇങ്ങനെയാണ് ഒരു ഭരണം മുന്നോട്ട് പോകേണ്ടത്. കേരളത്തെക്കുറിച്ച് എല്ലാ കാലത്തും നമ്മൾ അഭിമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മളൊരു മതേതര സമൂഹമാണ്. ശരിയാണ്, നമുക്കിടയിൽ തന്നെ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ചിലപ്പോ വർഗീയമായ ചിന്തയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ആ കറയൊക്കെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന, സ്വയം പരിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. അങ്ങനെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകുന്നതിനുള്ള കഴിഞ്ഞ 10 വർഷത്തെ ഭരണകൂടം നമുക്കറിയാം. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നമ്മുടെയൊക്കെ സമീപ പ്രദേശങ്ങളിൽ തന്നെ ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മളൊന്നും കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത ഒട്ടേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷക്കാലം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. സുരക്ഷിതമായിട്ടുള്ള ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ തൃപ്തരായിരുന്നു. സ്വാഭാവികമായിട്ടും ഭരണം 10 വർഷം തികയുന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവി നമ്മളെ ഏറ്റുവാങ്ങി എന്നുള്ളത് സ്വാഭാവികമായും വ്യത്യസ്ത മേഖലകളിൽ ചിലപ്പോൾ അതൃപ്തി ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ കാരണം തന്നെയാണ്. ഞാനതൊന്നും മറച്ചുവെക്കുന്നില്ല. 3 മാസമായില്ലല്ലോ, 90 ദിവസമായില്ലല്ലോ. ഈ ഭരണത്തോട് ഏറ്റവും വലിയ CPM വിരോധിയായിട്ടുള്ള ആളോട് പോലും ചോദിച്ചോളൂ, ഈ ഭരണത്തോട് നിങ്ങൾക്ക് തൃപ്തിയുണ്ടോ? ഈ ഭരണത്തോട് എല്ലാ ദിവസവും നുണ പറയുന്ന ഒരു മുഖ്യമന്ത്രിയോ? EMS-ഉം നായനാരും VS-ഉം പിണറായിയും ഒക്കെ ഇരുന്ന കസേര. ഏറ്റവും ഒടുവിലെ നുണ എന്താ? ഏറ്റവും ഒടുവിലത്തെ നുണ എന്ന് പറയുന്നത് കടലിൽ കാണാതായ പോയവർക്ക് വേണ്ടി 10 ദിവസം തുടർച്ചയായി രക്ഷാപ്രവർത്തനം നടത്തിയ സർക്കാർ മുമ്പെങ്ങും ഉണ്ടായിട്ടില്ല. നമ്മുടെ ഈ വിഴിഞ്ഞത്തിലെ ഒരാള് പേരോർമ്മയുണ്ട്, ജോൺ മത്യാസ്. അപ്പൊ വിഴിഞ്ഞത്തെ ജോൺ മത്യാസ്, അഞ്ചുതെങ്ങിലെ ഒരു നീണ്ടകരയിലെ ഗൗതം കൃഷ്ണ, അങ്ങനെ 3 പേർ ഇപ്പോഴും കടലിലാണ്. എന്താണ് നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത്?
10 ദിവസം തുടർച്ചയായി രക്ഷാപ്രവർത്തനം നടത്തിയ മുമ്പൊരു സർക്കാർ ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോ ഗൗതം കൃഷ്ണയുടെ അമ്മ പറയാണ്, ഗൗതം കൃഷ്ണ എന്ന കുട്ടിയുടെ ചെറുപ്പക്കാരന്റെ അമ്മ പറയുന്നത്, അല്ലെങ്കിൽ ജോൺ മത്യാസിന്റെ മകൾ പറയുന്നത് നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. രണ്ട് ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുമ്പാകെ വന്നത്. മുഖ്യമന്ത്രിയോട് ഒരിക്കൽ ആ ദുരന്തം ഉണ്ടായതിനു ശേഷം 3 ദിവസം കഴിഞ്ഞ് മുഖ്യമന്ത്രി വാർത്താലേഖകരെ കണ്ടല്ലോ. മുഖ്യമന്ത്രിയോട് ചോദിച്ചു, നിങ്ങള് മലപ്പുറത്ത് നിന്ന് വരുന്ന വഴിക്ക് അവിടെ ബൈ മി എ കോഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന് പോയല്ലോ. അതിന് 3 കിലോമീറ്റർ പരിധിയിലാണ് 3 പേര് മരിച്ച ഒരു വീടുള്ളത്. നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വീട്ടിലേക്ക് പോകാതിരുന്നത്? എന്തുകൊണ്ടാണ് അവരെ സമാധാനിപ്പിക്കാതിരുന്നത്? സത്യം പറഞ്ഞാൽ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന ജോലി ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അത്ഭുതമായിരുന്നു മുഖ്യമന്ത്രിയുടെ. ഇത്രയധികം മാധ്യമ പരിലാളന ലഭിക്കുന്ന ഒരു മുഖ്യമന്ത്രി ആയിരുന്നില്ല എങ്കിൽ ആ പരാമർശം വലിയ തോതിൽ വിവാദമാവുമായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ഒരു കാര്യം ചെയ്യൂ, താങ്കൾ ഇവിടെ വന്നിരുന്നിട്ട് പ്രസംഗിക്കൂ എന്നാണ്. ഇതൊരു പുച്ഛമാണ്. ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, ഇതിന് 3 കിലോമീറ്റർ പരിധിയില് 3 പേര് മരിച്ച ഒരു വീടുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കട ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോ ആ വീട്ടിൽ പോയി അതിന്റെ ആ മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സമാധാനിപ്പിക്കാത്തത് എന്ന് പറയുമ്പോഴാണ് ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞത്. അതിനേക്കാൾ ഗുരുതരമായ കാര്യം നമ്മൾ ആരും ചർച്ച ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ. അത് വിഴിഞ്ഞത്ത് എന്തുകൊണ്ട് തീരപ്രദേശങ്ങളിൽ പോയില്ല എന്നുള്ള ചോദ്യം വന്നപ്പോ പറയാണ്, തീരപ്രദേശത്തൊക്കെ പോയാൽ ഉള്ള അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ മുഖ്യമന്ത്രി പോയപ്പോ കണ്ടില്ലേ? നോക്കൂ, ഇടപെടാൻ കഴിയുന്ന ഒരു സമൂഹമല്ല തീരപ്രദേശത്തുള്ളത് എന്ന് നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രി പറയുകയാണ്. ഒരു പൗരൻ എന്നുള്ള നിലയിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ നെഞ്ചു പൊട്ടുകയാണ്. ജോൺ മത്യാസിന്റെ മകള്, അവള് കേരള യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ്. അവള് മൈക്കിലൂടെ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മളൊക്കെ അസ്തപ്രജ്ഞരായിരിക്കുകയാണ്. കാരണം എന്താ, നമുക്ക് ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത പല കാര്യങ്ങൾ ആ കുട്ടി പറയാണ്. നമ്മളെക്കാളൊക്കെ എത്രയോ പകുതിയിൽ താഴെ പ്രായമുള്ള പെൺകുട്ടി പറഞ്ഞു തരണം. അവള് തീരപ്രദേശത്തെ മനുഷ്യരുടെ ജന്മനായുള്ള ടാലന്റിനെ കുറിച്ച് പറയുന്നു. അവര് മറൈൻ ആംബുലൻസിനെ കുറിച്ച് പറയുന്നു. അവര് ഡീസൽ അടിക്കാതെ പുറംകടലിലേക്ക് വിടുന്ന ബോട്ടുകളെ കുറിച്ച് പറയുന്നു. അവര് ISROയെ കുറിച്ച് പറയുന്നു. അതിന്റെ ചരിത്രത്തെ കുറിച്ച് പറയുന്നു. ISROയ്ക്ക് വേണ്ടി തീരപ്രദേശം നൽകിയതെന്ത്? തീരപ്രദേശം തിരിച്ച് ISRO തിരിച്ച് തീരപ്രദേശത്തിന് എന്ത് നൽകി എന്നുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയുടെ അമ്മ, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ 10 ദിവസം തുടർച്ചയായി ഞങ്ങള് ഈ ഹെലികോപ്റ്റർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഗൗതം കൃഷ്ണയുടെ അമ്മ പറയാണ്, ഗോൾഡൻ ഡേയ്സ് നഷ്ടപ്പെടുത്തിയെന്ന്. ഒരു മത്സ്യത്തൊഴിലാളി കടലിൽ നഷ്ടപ്പെട്ടാൽ ആദ്യത്തെ മണിക്കൂറുകളിൽ, ആദ്യത്തെ ദിവസങ്ങളിൽ നടത്തുന്ന തിരച്ചിലാണ് ഏറ്റവും പ്രധാനം. അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദുര്യോഗം അറിയില്ല എന്ന്. ഇതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നോക്കൂ, ഞാൻ മുമ്പ് മുഖ്യമന്ത്രിയെ ഉദ്ധരിച്ചല്ലോ. മുഖ്യമന്ത്രി പറയുകയാണ്, തീരപ്രദേശവുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുക, എങ്ങനെയാണ് തീരപ്രദേശവുമായിട്ട് സംസാരിക്കുക? നമുക്കിടപെടാൻ കഴിയുന്ന ആളുകളാണോ തീരപ്രദേശത്ത് താമസിക്കുന്നത്? അപ്പൊ ഗൗതം കൃഷ്ണയുടെ അമ്മ, ജോൺ മത്യാസിന്റെ മകൾ, ഇവരൊക്കെ നൽകുന്ന അറിവുകൾ നമുക്ക് ഭരണകൂടത്തിന് ആരോടാണ് നിങ്ങൾ
പിന്നെ സംസാരിക്കുന്നത്?